ആ ഇപ്പൊ എത്തിയോ? ആ എത്തി എത്തി. ഞാനിതുവരെ ഞാനിതുവരെ പേഴ്സണലായിട്ട് അവിടെ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് എവിടെയും ഞാൻ വിടാറില്ല. എന്നും കൂടെ തന്നെ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയലുണ്ട്, കൂടെ ഉണ്ടാകുമ്പോള് ഞാൻ എവിടെ പോകുമ്പോ ഞാൻ വരും, ഞാൻ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകരുത്. പിന്നെ കാരണം ഇത് ഡേഞ്ചറാണ്. അവർക്ക് അറിയാൻ സോഷ്യൽ മീഡിയ എന്താ അവർക്ക് അറിയില്ല. ശരി, പക്ഷെ ഞാൻ മാക്സിമം എന്റെ കൺട്രോളായിരുന്നു ഇതുവരെ ഉണ്ടായതൊക്കെ. പക്ഷെ അവള് ഞാന് പ്രത്യേകം പറഞ്ഞ സ്നാപ്പ് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തതിന്റെ ഇഷ്യൂ ആണ് ഇപ്പൊ കിടക്കണത്. കാരണം അതില് മെസ്സേജ്, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ഒന്നും പറയാണ്ട് ചോദിക്കാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അവർക്ക് ധൈര്യം കൂടുക ചെയ്യണേ. ഇപ്പൊ ഇത് അവള് എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെ ഇത് നീ പറഞ്ഞിട്ടുള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് അവളും പറയുന്നത്. എന്താണ് തിരിച്ചു പറയുന്നത്? റബ്ബാണ് ഉപ്പ തെളിവ് കാണിക്കാൻ പറയാം. എന്റെ എല്ലാം ഉണ്ട്. പക്ഷെ അവള് ദേഷ്യം കൊണ്ട് അങ്ങനെ കുട്ട ഉണ്ടാക്കി പറയാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അവളെ ഭാഗം അവൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ എല്ലാത്തിനുള്ള ഞാൻ ഉപ്പാക്ക് ഫുള്ളായിട്ട് അയച്ചിട്ടില്ല. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മോളെ കാര്യം ഉപ്പ അറിയുമ്പോ ചിലപ്പോൾ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പാക്ക് ഞാൻ അതൊന്നും അയച്ചുതരാത്തത്. എനിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായി പോയി. അന്ന് ഞാൻ ഉപ്പാനെ വിളിച്ച് അത്രയും മനസ്സ് പൊട്ടിയിട്ട് അന്ന് ആ സമയത്ത് ഞാൻ ഉപ്പാനെ വിളിച്ച് കാല് പിടിച്ച് ഉപ്പാന്റെ അടുത്ത്, ഉപ്പ എന്നെ ഒന്ന് ഹെൽപ്പ് ആക്കി ഈ കാര്യത്തിൽ. അപ്പൊ കാരണം സ്വന്തം നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഉപ്പ പറഞ്ഞിട്ടോ അല്ല എന്റെ ഉമ്മ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അത് ശരിക്കും ഉപ്പ പറഞ്ഞോടുമ്പോൾ അനുസരിക്കും. അത് ഞാനൊരു കാര്യം ചോദിക്കാം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടാണെങ്കിൽ നിന്റെ കൂട്ടത്തിൽ വരുമല്ലോ ഓർക്കുന്നുണ്ടാവും. മനസ്സിലാകണത് ഉപ്പാനോട് കുറച്ചെങ്കിലും ഒരു ഇതുണ്ട് എനിക്ക് മനസ്സിലാകണ്ട. ഞാൻ ഉപ്പാന്റെ അടുത്ത് ആ ഒരു ഹെൽപ്പ് ചോദിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മറ്റന്നാൾ കേസ് ഉണ്ട്. അതിന്റെ ആ ഫയൽ അതിന്റെ അകത്താണ്. എനിക്കത് സബ്മിറ്റ് ചെയ്യാനും ഉണ്ട്. കോടതിയിൽ എനിക്ക് അത് അപ്ലൈ ചെയ്യാനുണ്ട്. അത് ഒക്കെ അറിയാതെ. പിന്നെ അവർക്ക് ഫോണ് വേണ്ട, ഫോണ് നമുക്ക് സാധാ ഫോൺ എന്നെ വിളിക്കാനുള്ള ഫോണ് മതി, നമുക്ക് സോഷ്യൽ മീഡിയ ഒഴിവാക്കാം. അത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ ഒഴിവാക്കിയത്. സൈബർ സെല്ല് പ്രത്യേക നോട്ടീസ് അയച്ചിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോസും മൊത്തത്തിൽ കളയാൻ വേണ്ടിട്ട്. ഇനി ഇറങ്ങാണ്ടിരുന്നാ പോരെ, ഇനി സോഷ്യൽ മീഡിയ വേണ്ട. ഞാൻ പണിയെടുത്ത് ഞാൻ നോക്കിക്കോളൂ എല്ലാ കാര്യം. ഇത്രയും കാലം ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് നോക്കിയത്. എന്നിട്ട് അവൾ പറയുന്നത് ഞാൻ ഒറ്റ അടവ് വരെ അടച്ചിട്ടില്ലെന്ന്. എത്ര വിഷമുണ്ട്. രാവും പകലും കടന്ന് കഷ്ടപ്പെട്ട് ഓടുന്നത് എനിക്കറിയാം അതിന്റെ വേദന. ഞാൻ അത്രയും കഷ്ടപ്പെടുന്ന എന്റെ ഓളയും കുഞ്ഞിനെ നോക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ വാശി പിടിച്ച് ഞാൻ ഇങ്ങനെ കടന്ന് ഓടുന്നത്. ഉറക്കമൊന്നുമില്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഓടുന്ന ദിവസങ്ങളുണ്ട് ഉപ്പ. അതൊന്നും അത് എന്റെ യൂബർ ആപ്പിൽ സെറ്റ് ചെയ്തത് മനസ്സിലാവും. ഞാൻ എത്ര ടൈം വരെ ഓടിയിട്ടുണ്ട്, ടൈം വരെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ യൂബർ ഒഴിവാക്കിയിട്ട് റാപ്പിഡ് പോലെ ഓടല. എന്നിട്ട് ഇവിടെ ഇടക്കിടക്ക് ഇപ്പൊ ചില സമയം എന്റെ അക്കൗണ്ട് നോക്കിയാണെങ്കിൽ ചില സമയം 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഓടിയിട്ടേ ഉണ്ടാവില്ല. കാരണം വെച്ചെങ്കിൽ ഇവള് ഇങ്ങനത്തെ കാര്യം ഓരോന്ന് വാശി പിടിച്ച് എന്റെ ഇത് ചാവി വാങ്ങിച്ചിട്ട് എന്റെ വണ്ടിയാണ് എന്നും പറഞ്ഞിട്ട് ചാവി വാങ്ങിയിട്ട് വെക്കും. അപ്പൊ എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് മാക്സിമം ചിരിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനേ ഞാൻ ഇപ്പോൾ വരെ ഓളെ കാല് പിടിക്കല് ഞാൻ ചെയ്യുന്നത്. ഞാൻ സോൾവ് ചെയ്യാനേ നോക്കലുള്ളൂ മാക്സിമം. പക്ഷെ എനിക്ക് ഇങ്ങനെ ചോദിക്കാനും പറയാണ്ട് ഇങ്ങനെ വേറെ ചെക്കൻ്റെ ഇറങ്ങി പോകുന്ന അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് 1000% ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒഴിഞ്ഞു പോവാം. എനിക്ക് അങ്ങനത്തെ ഒരു തെളിവ് കാണിച്ചു തന്നാലും ഞാൻ തന്നെ ഒഴിഞ്ഞു പോവാം. എന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഇതുവരെ ഞാൻ ചില സമയം സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോ ഞാൻ ചില സമയം മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം, കമ്പനി ആവാൻ വേണ്ടി മെസ്സേജ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്. ഇതുവരെ ഞാൻ സെക്ഷ്വലി ആയിട്ട് എന്റെ റബ്ബാണ് എന്റെ മോനാണ് ഞാൻ എന്നെയാണ് സത്യം, എന്റെ ഉമ്മാണ് സത്യം, സെക്ഷ്വലായിട്ട് ഞാൻ ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചലഞ്ച് വെക്കാം. അങ്ങനെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഒക്കെ നീ വന്നിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ചെയ്യും. ഇതുവരെ ഞാൻ അങ്ങനെ പോയി. ഞാനേ അവളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കില്ല. അവള് വീട്ടിലുണ്ട് ഇപ്പൊ. നമുക്ക് അത് കാരണം സമാധാനമായി. അതുകൊണ്ടാ പറയാം. പറയാം, ഞാൻ വിളിച്ചോളാം. അല്ല ഉപ്പ